11 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതുപോലൊരു നവംബർ 13 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ അന്ന് ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരം. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു സംഹാര താണ്ഡവത്തിനാണ് തങ്ങൾ സാക്ഷിയാകുന്നതെന്ന് കളി കാണാൻ ഗാലറിയിലെത്തിയ ഒരാളും അന്ന് നനച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മയെ ഹിറ്റ്മാൻ എന്ന് വിളിക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ദിനം. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയുടെ ഓപ്പണർ രോഹിത് ശർമ്മ 4 റൺസ് എടുത്ത് നിൽക്കെയാണ് തിസാരെ പെരേര ക്യാച്ച് കൈവിട്ടത്. ആ ഒരൊറ്റ പിഴവിന് പെരേര നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഇന്ത്യക്കെതിരെ പന്തെറിയാനെത്തിയ ലങ്കൻ ബൗളർമാരെ ഇടം വലം പ്രഹരിച്ച് അന്ന് രോഹിത് കുറിച്ചത് 264 റൺസ്. 173 പന്തിൽ നിന്ന് 9 സിക്സുകളും 33 ഫോറുകളും പിറന്ന ആ ഇന്നിംഗ്സ് തിരുത്തി കുറിച്ച റെക്കോർഡുകളേറെ. അന്നേ ദിവസത്തെ പകൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ഒരിക്കലും മറക്കാനിടയില്ല. മറുപടി ബാറ്റിംഗിൽ രോഹിത് ഒറ്റയ്ക്ക് നേടിയ സ്കോർ പോലും നേടാൻ സാധിക്കാതെയാണ് അന്ന് ലങ്കൻ ടീം കൂടാരം കയറിയത്. നുവാൻ കുലശേഖരയും ഏഞ്ചലോ മാത്യൂസും തിസാരെ പെരേരയും അജന്ത മെൻഡിസുമെല്ലാം അണിനിരന്ന ലങ്കൻ ബൗളിങ്ങിനെയാണ് അന്ന് രോഹിത് തച്ചു തകർത്തത്. കുശാൽ പെരേരയും തിലക് രത്നെ ദിൽഷനും മഹേള ജയവർദ്ധനയുമെല്ലാം അണിനിരന്ന ടീം ഒന്നിച്ചു പൊരുതിയിട്ടും രോഹിതിന്റെ സ്കോറിനൊപ്പം എത്താൻ പോലുമായില്ല. അന്ന് ഈഡനിൽ ടോസ് നേടിയ ഇന്ത്യക്കായി ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുമ്പോൾ അപകടകരമായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അജിങ്ക്യ രഹാനക്കൊപ്പം പതിഞ്ഞ താളത്തിലായിരുന്നു രോഹിതിന്റെ തുടക്കം. 72 പന്തുകളിൽ നിന്നാണ് 50 തികച്ചത്. പിന്നാലെ രഹാനയും അമ്പാട്ടി റായുഡുവും പുറത്തായതോടെ കോഹ്ലിയെ കൂട്ടുപിടിച്ച് ഇന്നിംഗ്സ് ട്രാക്കിലാക്കുന്നതിലായിരുന്നു രോഹിതിന്റെ ശ്രദ്ധ. പതിയെ ഹിറ്റ്മാൻ ഗിയർ മാറ്റി തുടങ്ങി. 99 പന്തിൽ നിന്ന് സെഞ്ചുറി തികച്ചു. 3-ാം വിക്കറ്റിൽ കോഹ്ലിക്കൊപ്പം 202 റൺസിന്റെ കൂട്ടുകെട്ട്. തുടർന്ന് 46-ാം ഓവറിൽ 151-ാം പന്തിൽ രോഹിത് തന്റെ ഏകദിന കരിയറിലെ 2-ാം ഇരട്ട സെഞ്ചുറിയിലെത്തി. ഒപ്പം ഏകദിനത്തിൽ 2 ഇരട്ട സെഞ്ചുറികൾ നേടുന്ന ഏകതാരമെന്ന റെക്കോർഡും. പിന്നീട് നേരിട്ട അവസാന 22 പന്തുകളിൽ കണ്ടത് ഹിറ്റ്മാന്റെ പവർ ഹിറ്റിംഗ് ആയിരുന്നു. എറിയുന്ന പന്തുകളെല്ലാം ഗാലറിയിലേക്ക് പറക്കുന്ന കാഴ്ച. അന്ന് 50 ഓവറിൽ ഇന്ത്യ അടിച്ചെടുത്തത് 404 റൺസ്. അന്ന് സ്വപ്നസുന്ദര ഇന്നിംഗ്സ് കൊണ്ട് നമ്മെ ത്രസിപ്പിച്ച അതേ ഹിറ്റ്മാൻ 11 വർഷങ്ങൾക്കിപ്പുറം ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാമനാണ്. വൈകാതെ വിരമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഓസീസ് പര്യടനത്തിൽ 3 മത്സരങ്ങളിലായി 101 ശരാശരിയിൽ 202 റൺസാണ് രോഹിത് അടിച്ചെടുത്തത്. ഇല്ല, അയാളുടെ ആവനായിലെ അസ്ത്രങ്ങൾ കഴിഞ്ഞിട്ടില്ല. ലക്ഷ്യം മറക്കാത്ത കാലത്തോളം അയാൾ ഇനിയും ശരങ്ങൾ പായിക്കുക തന്നെ ചെയ്യും.